അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എങ്ങനെയാണ് ക്യാൻവയിൽ പ്രസൻറ്റേഷൻ ചെയ്യാന്നുള്ളത് നോക്കിയിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ കുറച്ച് പേര് കുറച്ച് ഡൗട്ടും കാര്യമൊക്കെ ചോദിച്ചായിരുന്നു. അതിന് നമുക്ക് ഇനി എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. ഇതായിരുന്നു നമ്മൾ അന്ന് എടുത്ത ആ ഒരു പ്രസൻറ്റേഷൻ സ്ലൈഡ്. അതിൽ കുറച്ച് ഡൗട്ടുള്ളത് എങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ പോയിന്റ് ആഡ് ചെയ്യാം, എങ്ങനെ ബോൾഡ് ആക്കാം, അങ്ങനെയുള്ള കുറച്ച് നിങ്ങൾ PPT ചെയ്യുമ്പോഴത്തേക്കിന് അല്ലെങ്കിൽ എന്ത് സംഭവം ആയിക്കോട്ടെ ചെയ്യുമ്പോഴത്തേന് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് ടെക്നിക്സും കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കാം. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതിനെ ഒരു ഹെഡിങ് ആക്കണം. ഓക്കെ, അതായത് ഈ പറയുന്ന എബൌട്ട് ട്യൂട്ടർ എന്ന് പറയുന്ന മാത്രത്തിന് ഹെഡിങ് ആക്കണമെങ്കിൽ നിങ്ങൾ ഇതുപോലെ നിങ്ങൾ മൗസ് യൂസ് ചെയ്യുന്നെങ്കിൽ ഒരു ട്രിപ്പിൾ ക്ലിക്ക് അടിച്ചാൽ മതി. ഡബിൾ ക്ലിക്ക് അടിക്കുമ്പോഴത്തേക്കിന്, അതായത് സിംഗിൾ ക്ലിക്കിൽ ഒന്നും സംഭവിക്കില്ല. ഡബിൾ ക്ലിക്ക് അടിക്കുമ്പോൾ നിങ്ങൾ ആ ഒരു വേർഡിനെ മാത്രം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ആ ലൈനിനെ ഫുള്ളായി സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രിപ്പിൾ ക്ലിക്ക് അടിച്ചാൽ മതി. ഓക്കെ, ഇതെടുക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ചെന്നിട്ട് ഇതിൻ്റെ സൈസ് കൂട്ടുക. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ ഒരു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താവും, ഒരു ഹെഡിങ് പോലെ ഇത് ആക്ട് ചെയ്യും. ഇനി ഈ കൊടുത്തേക്കുന്ന ഒരു സെൻറ്റൻസിനെ എനിക്കെന്ത് ജസ്റ്റിഫൈ ചെയ്ത് കിട്ടണം. എന്തായാലും ഒന്നും ചെയ്യേണ്ട, കുറച്ച് ഞാൻ ചെയ്ത പോലെ തന്നെ ട്രിപ്പിൾ ക്ലിക്ക് അടിക്കുന്നു, ഫുള്ളി സെലക്ട് ആക്കുന്നു. ഇവിടെ വരിക, ഈ അലൈൻമെൻറ്റ് ഓപ്ഷനിൽ പോവുക. ഇപ്പം നിങ്ങൾ എന്തായി കാണും, ലെഫ്റ്റ് അലൈൻമെൻ്റ് ആയി കാണും. ഇപ്പം നിങ്ങളുടെ ജസ്റ്റിഫൈ ആയിട്ട് കിട്ടി. ഈ ഒരു അലൈൻമെൻ്റ് ആണ് ജസ്റ്റിഫൈ ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ കല്ല എന്താ ഒരേപോലെ കിട്ടുക എന്നുള്ളൊരു മീനിങ് ആണ് ജസ്റ്റിഫിക്കേഷനിൽ നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് അടുത്തതായിട്ട് കുറച്ച് പോയിന്റ്സ് ആണ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് മണ്ടക്കെട്ടാക്കുന്നു. ഇതിൻ്റെ ഈ ഒരു ഓപ്ഷനിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ സൈസിനൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നിങ്ങൾക്ക് എവിടെ തൊട്ട് എവിടെ വരെ ഒരു മാർജിൻ പോലെ വെക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഇതുപോലെ എന്ത് ചെയ്താൽ മതി, അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അതായത് ഈ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ എനിക്ക് എന്താണ് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു സൈഡിലാക്കാം. ഇല്ല എനിക്കിങ്ങനെ ഇവിടെ വേണ്ട നിങ്ങൾക്ക് സ്പേസിംഗ് ഒക്കെ റെഡിയാക്കാം. ഇനി അടുത്ത് എനിക്ക് ചെയ്യുന്നത് കുറച്ച് പോയിന്റ്സ് എങ്ങനെ ആഡ് ചെയ്യുക എന്നുള്ളതാണെങ്കിൽ തൽക്കാലത്തേക്ക് ഞാൻ ഇത്രയും കാര്യങ്ങളെയാണ് പോയിന്റ്സ് ആയിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ കണ്ടറിയാം, കോർ വാല്യൂസ് പറയുന്നത് എനിക്ക് എന്താക്കണം, ഒരു ഹെഡിങ് പോലെ ആക്കണം. സോ ഞാനിവിടെ സൈസ് കൂട്ടുന്നു. എനിക്ക് ലെഫ്റ്റിലേക്ക് നീങ്ങിയായതുകൊണ്ട് അതിനെ മാത്രമായിട്ട് ഞാനിപ്പം ലെഫ്റ്റ് അലൈൻമെൻറ്റ് ചെയ്തു. ഇതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെഡിങ് കൊണ്ടുവരാൻ പറ്റും. ഇവിടെ ടെക്സ്റ്റ് ഉണ്ട്, ടെക്സ്റ്റിൽ ഇതുപോലെ ഹെഡിങ് എന്ന് പറഞ്ഞെടുത്തിട്ട് എനിക്ക് ഈ വേണ്ട കാര്യത്തിന് കോപ്പി ചെയ്യാം. ഞാൻ ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്താൽ എനിക്ക് വേറൊരു ഹെഡിങ് പോലെ വേണം ചെയ്യാം. സോ അതേണ്ടേ എനിക്ക് എന്താ ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു കോർ ഹെഡിങ് എന്നുള്ളത് ഇങ്ങനെ വെക്കുക. ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ ഫോണ്ട് മാറ്റണമെങ്കിൽ ഇതുപോലെ ഒന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഫോണ്ട് കാണും. ഇതിൽ നിങ്ങൾക്ക് ഏത് ഫോണ്ടാണോ നിങ്ങളുടെ PPTക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിന് ആവശ്യം അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. വേണ്ടേ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് എന്താ ഇവിടെ വെച്ചു, ഇതിൻ്റെ കളറാണ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇത് കാണും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഇപ്പോൾ റെഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ റെഡ് കൊടുക്കാം, റെഡായിട്ട് മാറും. എനിക്കിനി എന്താ പറഞ്ഞാൽ ഇതിനെ എനിക്ക് പോയിന്റ്സ് ആക്കണം. സോ ഫുള്ളായിട്ട് ഞാനിങ്ങനെ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത് എന്താ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഈ പറയുന്ന അലൈൻമെൻറ്റിനെ ജസ്റ്റ് ഞാനൊന്ന് ലെഫ്റ്റ് അലൈൻമെൻറ്റ് ആക്കുന്നു. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, ലെഫ്റ്റിലേക്ക് മാറി. ഇനി എനിക്ക് പോയിന്റ് ആക്കാനായിട്ട് അതിൻ്റെ ഇപ്പറേ ലിസ്റ്റ് എന്ന് പറഞ്ഞ് കുഴപ്പമുണ്ട്. ഈ ഓപ്ഷൻ എടുത്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇപ്പോൾ തന്നെ എനിക്ക് ഓട്ടോമാറ്റിക്കലി അത് പോയിന്റ് ആയി. ഒന്നുകൂടി ക്ലിക്ക് കഴിഞ്ഞാൽ എനിക്കിതുപോലെ നമ്പർ ആക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ മാറ്റാം. ഒന്നുകിൽ എനിക്ക് ബുള്ളറ്റ് പോയിന്റ് ആക്കാം, നമ്പർ ആക്കാം, അല്ലെങ്കിൽ എനിക്ക് ഒന്നുമില്ലാണ്ടാക്കാം. സോ ഞാനിപ്പോൾ എന്തെണ്ട ബുള്ളറ്റ് പോയിന്റിലേക്ക് ആക്കുന്നു. ഇനി എനിക്ക് ലൈൻസിൻ്റെയും ഈ ലെറ്റേഴ്സിൻ്റെ ഒക്കെ സ്പേസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ എനിക്ക് എന്താ ലെറ്ററിൻ്റെ സ്പേസിങ് ഇങ്ങനെ കൂട്ടാനായി പറ്റും. ഇനി എനിക്ക് ലൈനിൻ്റെ സ്പേസിങ് കൂട്ടണമെന്നുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കണ്ടോ ഇതുപോലെ ലൈനിൻ്റെ സ്പേസിങ് മാറ്റാനായിട്ട് പറ്റും. ഓക്കെ, ഇത്രയാണ് നിങ്ങൾക്ക് ബേസിക്കലി ഒരു PPT ഉണ്ടാക്കുമ്പോഴത്തേക്കിന് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, ഇനി ഞങ്ങൾക്ക് ഈ PPTയിൽ എന്തെങ്കിലും റൗണ്ട് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡ്രോ ചെയ്യാനായിട്ടാണെങ്കിൽ ഇവിടെ ടൂൾ പോവുക. ഇവിടെ നിങ്ങൾക്ക് എന്താ കുറേ ഓപ്ഷൻസ് വരും. ഇതിൽ നിങ്ങൾക്ക് ഇതുപോലെ ഡ്രോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്കിതിൽ ഏതാണോ വേണ്ടത് അതെടുക്കുക. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. വേണ്ട ഞാനിപ്പം ഇതെടുക്കുന്നു. എനിക്കിപ്പോൾ ഇതാ റൗണ്ട് ചെയ്യണം. നിങ്ങൾ ക്ലാസ് ഒക്കെ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിപ്പിക്കുമ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് റൗണ്ട് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് PPTയിൽ എന്തെങ്കിലും മാർക്ക് ചെയ്യാനാണെങ്കിൽ ഇങ്ങനെയും മാർക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെയും കളർ മാറ്റാൻ പറ്റും. ഇവിടെ എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്തിട്ട് എന്ത് വേണമെങ്കിലും ഇങ്ങനെ ചെയ്യാം. ഇത് റബ്ബ് ചെയ്യാനുള്ളതും അങ്ങനെയുള്ള എല്ലാ ഓപ്ഷനും ഉണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ഹൈലൈറ്റ് ചെയ്യാനാണെങ്കിൽ ഇതേപോലെ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യാനായിട്ടും പറ്റും. ഓക്കെ, ഇനി നമ്മൾ PPT ഉണ്ടാക്കാൻ നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നായിരിക്കും. നിങ്ങൾക്ക് എന്ത് എടുക്കാം, ഒരു ടേബിൾ ക്രിയേഷൻ. സോ ഞാനിതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഈ 3 ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്കിവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഞാൻ എന്താ ഒരു ആഡ് പേജ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു പുതിയ പേജ് വരും. ഓക്കെ, ഇതിനെ നിങ്ങൾക്ക് ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലൊരു വന്നു. എനിക്കിനി ഉണ്ടാക്കുന്നത് ഒരു ടേബിളാണെന്ന് ഓർക്കുക. ഇവിടെ ടേബിളിനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ എടുത്തത് ടൂൾസിൽ നിന്ന്
ടേബിൾ സെലക്ട് ചെയ്യുക. സോ എനിക്കിങ്ങനെ ഒരു ടേബിൾ വരും. എനിക്കിതിനെ ഫുള്ളി എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റമൈസ് ചെയ്യാനായിട്ടൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ അതേണ്ട ഇതിനെ എനിക്കിങ്ങനെ നീക്കാം. ഇനി എനിക്ക് വേറൊരു റോയാണ് വേണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഡ് എ റോ എന്ന് പറയുന്ന ഓപ്ഷൻ കാണും. ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഈ പറയുന്ന ഓപ്ഷൻസ് എല്ലാം ചെയ്തു വെക്കാവുന്നതാണ് കേട്ടോ. സോ ഞാൻ ന്യൂ ആഡ് എ റോ എന്ന് അടിച്ചപ്പോൾ നിങ്ങൾക്ക് കണ്ടോ വേറൊരു റോ വന്നു. ഇനി നിങ്ങൾക്ക് കോളമാണ് വേണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോളത്തിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, റോയ്ക്ക് ഈക്വലായിട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ പല കാര്യങ്ങളും ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് മേർജ് ചെയ്യാനും പറ്റും. മേർജ് ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ കോളമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനെ രണ്ടും കൂടെ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് എന്ത് കാണും, മേർജ് സെൽ എന്ന് പറഞ്ഞാണ്. അത് രണ്ടും കൂടെ ആണെങ്കിൽ കണ്ടോ ഈ രണ്ട് സെല്ലിനെ നിങ്ങൾക്ക് മേർജ് ചെയ്ത് കിട്ടും. ഇവിടെ നിങ്ങൾക്ക് എന്തുണ്ട്, ഇനി റോയ കോളോ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് കോളം കൊടുത്തു കഴിഞ്ഞാൽ ഒരു കോളം ഇവിടെ ഇപ്പോൾ ആഡ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്കൊരു റോ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആഡ് റോ അടിച്ചു കഴിഞ്ഞാൽ അടുത്ത റോയും വരും. ഇങ്ങനെ ഫുൾ കാര്യങ്ങളിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇതിനെ നിങ്ങൾക്ക് ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ സൈസൊക്കെ മാറ്റാനായിട്ടും എല്ലാം പറ്റും. ഓക്കെ, സോ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് റോ ആണ് ആഡ് ചെയ്യേണ്ടത്. പ്ലസ് സൈനിൽ നിൽക്കിയാൽ മതി, റോ വന്നോളും. ഓക്കെ, അതുപോലെ ഇതിൽ നിൽക്കും നിങ്ങൾക്ക് എന്ത് കാര്യം ഇതിനെ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഷീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം, ഗൂഗിൾ ഷീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് എല്ലാ കാര്യവും ചെയ്യാൻ പറ്റും. സോ ബേസിക്കലി ഒരു PPT എങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കാന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇനി നിങ്ങൾക്ക് ആ PPTയിൽ കുറച്ച് അഡീഷണൽ കാര്യങ്ങൾ, അതായത് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ടെക്സ്റ്റിനെ അലൈൻമെൻറ്റ് ചെയ്യാം, ഒരു കോളം അലൈൻമെൻറ്റ് ചെയ്യാം, എങ്ങനെ ഒരു ഫിഗർ അലൈൻമെൻറ്റ് ചെയ്യാം എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇനി എങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാം എന്നുള്ള കാര്യമൊക്കെ നമ്മൾ അവിടെ പറഞ്ഞു, ഈ വീഡിയോ പറഞ്ഞു. എനിക്കിനിയും ചില വാർഡുകളെ ബോൾഡ് ആക്കണം എന്നുണ്ടെങ്കിൽ അതും പറ്റും. നമുക്ക് ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ B ഉണ്ട്, ഇതുപോലെ എനിക്ക് ബോൾഡ് ആക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ഇനി ഇതുപോലത്തെ വീഡിയോ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്കൂൾ ആൻഡ് കോളേജ് ലെവലിലെ അഡ്മിഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അഡ്മിഷൻ വേണ്ടവർ താഴെ കിടക്കുന്ന നമ്പറിൽ കോളോ മെസ്സേജ് അയക്കുക. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ഫ്രീ ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫ്രീ ക്ലാസ്സസിനായിട്ട് താഴെ കൊടുക്കുന്ന ലിങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ഫ്രീ ക്ലാസ്സുകളെ ആക്സസ് ചെയ്യാൻ പറ്റും.